അപ്പം ഞാൻ അതിനകത്ത് ഒരു ഒരു വെറുക്കപ്പെടുന്ന ഒരു അവസ്ഥയായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നുന്ന ഒരു കാര്യമായിട്ടോ ഞാൻ അതിനെ കാണുന്നില്ല. ദാറ്റ്സ് പാർട്ട് ഓഫ് മീ. സിനിമ ഈ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. അതിലെ കഥാപാത്രങ്ങൾ ഈ സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. അല്ലാതെ ഒരു പുതിയ ഇവിടെ ഇല്ലാത്തൊരു കാര്യമൊന്നും ആരെക്കൊണ്ടും പറയിപ്പിക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയതുകൊണ്ട് എനിക്ക് എവിടുന്നെങ്കിലും ഇത് സംഭവിക്കും. അവിടെയാണ് എനിക്ക് ആ സാഹചര്യത്തിനെയാണ് ദൈവം എന്ന് ഞാൻ വിശേഷിപ്പിക്കും. കള്ളങ്ങൾ പോലും അതിന് ഉദാഹരണമാണ്. ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ മാധവൻ്റെ കസിൻ ബ്രദറാണെന്ന് ഞാൻ പറയുമ്പോൾ അയാളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഐ ആം എ ഗുഡ് ആക്ടർ. അപ്പോൾ ഞാനത് ഓക്കെ, അത് വർക്കാവുന്നുണ്ട്, അയാൾ വിശ്വസിക്കുന്നുണ്ട്. ഞാനത് പറയണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു അവന് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ഇവനൊന്നും പറയാൻ, അവൻ ആദ്യം പറഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്നിട്ട് എൻ്റെ അമ്മയെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. അമ്മ കാരണമായിരിക്കും. പക്ഷെ അതൊന്നും അല്ല കാര്യം. പലരും പറയും പെയിൻ മറന്നു കളയാൻ. നോ യു ഷുഡ് ടേക്ക് ഇറ്റ് ആൻഡ് ഫീൽ ഇറ്റ്. അപ്പോഴേ നമ്മൾ സ്ട്രോങ് ആവുള്ളൂ. നാളെ ആ പെയിൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ യു ഷുഡ് ടേക്ക് ഇറ്റ് ആൻഡ്. അതാണ് സഞ്ജു നേരത്തെ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ടഫായിട്ടുള്ള സർക്കംസ്റ്റൻസസ് ഉള്ളപ്പോൾ നമുക്ക് രണ്ട് വഴി ചൂസ് ചെയ്യാം. ഇവിടെ സഞ്ജു ചൂസ് ചെയ്ത വഴി ഇസ് ടു സ്ട്രൈവ് ഹാർഡർ ആൻഡ് ടു അച്ചീവ് മോർ. ആൻഡ് ഓൾസോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ യു ആർ കോർണേർഡ്, നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുമ്പോട്ട് പോകാൻ പറ്റും. സോ പ്രശ്നം വരുമ്പോൾ അത് ഷുഡ് ബി എക്സ്ട്രീംലി സിവിയർ. അപ്പോൾ ഞാൻ എൻ്റെ കരിയറിലാണെങ്കിലും എനിക്ക് ഞാൻ ഏറ്റവും താഴെ എത്തി. ഇനി ഒരു രക്ഷയില്ല. അതായത് നമ്മൾ സിനിമയില്ല. ഞാൻ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് ഞാൻ ഒരുപാട് ദൂരേക്ക് വന്നു. എനിക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ എനിക്കതിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയെ. ഇനി എനിക്കതിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം അപ്പം ഞാനൊരു ഫെയിലിയർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനത് എന്ത് എക്സാമ്പിളാണ് സെറ്റ് ചെയ്യുന്നത് എൻ്റെ മക്കൾക്കോ കാര്യങ്ങളോ എനിക്ക്, അല്ലെങ്കിൽ നാളെ ഞാൻ പറയും ഞാൻ പണ്ട് സിനിമയിലൊക്കെ നടന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു പ്രോബ്ലം. ഞാൻ അങ്ങനെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിതൊക്കെ ആയിരുന്നു ആഗ്രഹം, പക്ഷേ എന്തോ നടന്നില്ല. അവർ ഫെയിലിയറാണ്. അവർ പക്ഷേ ലൈഫിൽ വേറെ വല്ല കരിയറൊക്കെ ചൂസ് ചെയ്ത് ചിലപ്പോൾ കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അവരിപ്പോഴും ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഒരു ഫെയിലിയറാണ്. അപ്പോൾ എനിക്കതാവാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് എനിക്കറിയാം ഇനി ഞാൻ ഇവിടുന്ന് മുകളിലേക്ക് പോകൂ, എനിക്കിതിനകത്ത് ഇനി നാശമൊന്നും സംഭവിക്കാനില്ല. ഇതിന് ഭയങ്കരമായിട്ട് വേണ്ട രണ്ട് എലിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് പേഷ്യൻസ്, മറ്റേത് ഹോപ്പ്. കാരണം 2013 കരിയർ തുടങ്ങിയ ഒരാൾ കുറേ ഡിപ്സും കണ്ടിട്ടുണ്ട്. ആൻഡ് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റോഷാക്കാന്ന് തോന്നുന്നു. 1983 വാസ് ഓൾസോ എ ഗുഡ് മൂവി ഫോർ യു. ആൻഡ് ദെൻ ARM, ആൻഡ് ദെൻ ഇപ്പോൾ 1000 Babies, ആൻഡ് ഓഫ് കോഴ്സ് ഇനി കൃഷാന്തിൻ്റെ മൂവി. ബട്ട് ഈ ഒരു പീരിയഡിൻ്റെ ഇടയ്ക്ക് സസ്റ്റെയിൻ ചെയ്യുക അത് ഡിഫിക്കൽട്ട് അല്ലേ? നമുക്കിപ്പോൾ പ്രോജക്ട്സ് ഒക്കെ കിട്ടാതിരിക്കുമ്പോഴും നമ്മളുടെ ഒരു ടാലൻറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ വരുമ്പോഴും അവിടെ പിടിച്ച് നിൽക്കുകയാണ് ഡിഫിക്കൽട്ട്. ഹൗ ഡിഡ് യു ഡു ദാറ്റ്? അത് ഒരുപക്ഷെ ഞാൻ എൻ്റെ പഠിച്ചത് ഞാൻ ഫിനാൻസാണ്. അപ്പോൾ ഞാൻ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഫിനാൻസ് പ്രോപ്പർലി മാനേജ് ചെയ്തിരുന്നു. എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷവും എനിക്ക് എൻ്റെ ബാങ്കിൽ ഞാൻ അവസാനം ജോലി ചെയ്തപ്പോൾ ഞാൻ ഡ്രോ ചെയ്ത സാലറി തന്നെയാണ് എനിക്കും കൊടുത്തിരുന്നത്. അത്രയും എനിക്ക് തരുള്ളൂ. എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരുത്തുകയോ, ലൈഫ് സ്റ്റൈലിൽ ചില കാര്യത്തിൽ നമുക്ക് എക്സ്പെൻസ് കൂടും, പക്ഷെ അപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും അത് കർട്ടെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സാലറി തന്നെയാണ് ഏറെക്കാലവും എനിക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ എനിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് എത്ര കിട്ടിയാലും വാട്ട് ഐ ഡൂ ഇസ് ഐ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ദിസ് മണി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ്, അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞാൻ അതേസമയം സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സേവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 0 ഇൻകത്തിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സേവിങ്സ് നിന്ന് വിത്ഡ്രോ ചെയ്തിട്ട് ഞാൻ വീണ്ടും സേവ് ചെയ്യും. പക്ഷേ ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ് സേവിങ്. പക്ഷേ എന്നാലും ചില സമയത്ത് പ്രശ്നത്തിൽ പെട്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് വരും. അപ്പോൾ ആ സമയത്ത് ഒരു സിനിമ വരും, അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷൻ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയതുകൊണ്ട് എനിക്ക് എവിടുന്നെങ്കിലും ഇത് സംഭവിക്കും. അവിടെയാണ് എനിക്ക് ആ സാഹചര്യത്തിനെയാണ് ദൈവം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ എൻ്റെ പോക്ക് കറക്റ്റാണെന്നാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ നല്ലതായതുകൊണ്ട് എനിക്കത് നല്ലത് വരെയുള്ളൂ എനിക്കറിയായിരുന്നു. സഞ്ജു എപ്പോഴെങ്കിലും അച്ഛനെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം സഞ്ജുവിൻ്റെ ലൈഫിൻ്റെ ഒരു പിവറ്റൽ മൂമെൻ്റ് അതാണ്. ശരിക്കും ലൈഫിൻ്റെ ട്രാജക്ടറി മാറുന്നത് ആ ഒരു മൂമെൻറ്റിലാണ്. അച്ഛൻ്റെ ഡിസപ്പിയറൻസ് ആണ്. അപ്പോൾ അതിനൊരു ക്ലോഷർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ചില കാര്യങ്ങൾക്ക് ക്ലോഷർ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
ക്ലോഷർ വേണ്ടാന്ന് ഞാൻ ചില സമയത്ത് വിശ്വസിക്കാറുണ്ട്. ഇപ്പോൾ പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനത്തെ ഇപ്പം ആൾക്കാരുടെ വിയോഗത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ ആ സമയത്ത് ഞാനത് എവിടെ എങ്ങനെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, പണ്ട് നെടുമുടി വേണുചേട്ടൻ അത് പഴയതൊരു സിനിമ, എനിക്കത് ഓർമ്മയില്ല. അതിനകത്ത് ഇങ്ങനെ ഒരു സെയിം, അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ ഒരു ഹസ്ബൻഡിനെ തപ്പി പോകുന്നതോ എന്തോ ആണ്, കുറേ കാലമെടുത്ത് പല സ്ഥലത്തും ഒരു പോയി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ, അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു അജ്മീറിലുണ്ട് അദ്ദേഹം. അപ്പോൾ നമ്മൾ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും മാർഗ്ഗത്തിൽ അറിയാൻ പറ്റുന്ന നമ്മൾ ജ്യോതിഷം അല്ലെങ്കിൽ അങ്ങനെ ലക്ഷണമൊത്ത് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഒരാൾ പറഞ്ഞു അദ്ദേഹം അജ്മീറിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ 2018 ഞാൻ അജ്മീറിൽ പോയി. 2018, so that's just about 6 years ago. അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് അവിടെ പോയി ഞാൻ അന്വേഷിച്ചു. അവിടെ ദർഗയിൽ പോയിട്ട് ഞാൻ അവിടെ അന്വേഷിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ ദർഗയിൽ നിന്ന് ഒരാൾ പറഞ്ഞു ഇവിടെ ഒരു കേരള ഹൗസ് ഉണ്ട്, അവിടെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾ ഒരു മലയാളി ഒരാൾ, അദ്ദേഹം ഇത്തിരി പ്രായമായ ആളാണ്. അപ്പോൾ പുള്ളി എത്രയോ വർഷം മുമ്പ് മലപ്പുറത്തുനിന്ന് ഇവിടെ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഫോട്ടോ കാണിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല, കുറച്ച് രൂപം എനിക്ക് കറക്റ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ ഇവിടെ വന്നപ്പോൾ സഹായിച്ച ഇങ്ങനെ ഒരാളാണ്, ഇദ്ദേഹമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ കണക്കൊക്കെ വെച്ചിട്ട് ഏകദേശം സമയമൊക്കെ കറക്റ്റാണ്, 90s 93 94 ആ സമയമൊക്കെ ആണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹമാണ് എനിക്കിവിടെ ജോലി വാങ്ങിച്ചതെന്ന്. പുള്ളിയാണ് എന്നെ, ഞാൻ തീരെ ചെറുതായിരുന്നു, അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പറഞ്ഞ് ഇവരോട് പറഞ്ഞിട്ട് എനിക്ക് ഇവനിവിടെ എന്തെങ്കിലും ജോലി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഇവിടെയല്ല താമസിച്ചിരുന്നത്, വേറൊരു അമ്പലമുണ്ട് അവിടെയായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് കാണാറില്ല എന്ന് പറഞ്ഞു. ഒരു 8-10 വർഷങ്ങളായിട്ടാണ് പുള്ളി കാണാറില്ലെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നീട് പല പ്രാവശ്യം അദ്ദേഹത്തെ വിളിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അത് ദാറ്റ്സ് ഹൗ മൈ ലൈഫ് ഇസ് ഡിസൈൻഡ്. അപ്പം ഞാൻ അതിനകത്ത് ഒരു വെറുക്കപ്പെടുന്ന ഒരു അവസ്ഥയായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നുന്നൊരു കാര്യമായിട്ടോ ഞാനതിനെ കാണുന്നില്ല. ദാറ്റ്സ് പാർട്ട് ഓഫ് മീ. എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണത്. ഞാനത് അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടില്ല പല ആൾക്കാരും. എൻ്റെ ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല അദ്ദേഹം മരിച്ചു എന്ന്, വിച്ച് ഇസ് ഫെയർ ഇനഫ്. അദ്ദേഹം ആർമിയിലായിരുന്നു. അപ്പോൾ പുള്ളി ലീവിന് വരുമ്പോഴാണ് ഞാൻ ആ സമയത്ത് കാണാറ്. അപ്പോൾ ഞാൻ 12th പഠിക്കുമ്പോഴാണ്. അപ്പം ചേട്ടൻ മരിച്ചു പോയിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന പുള്ളി ലീവിന് വരുമ്പോഴാണ് ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം കുറേ നാളായിട്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അടുപ്പുള്ള ആൾക്കാർ അങ്ങനെ അതല്ലാതെ എനിക്കതിനെപ്പറ്റി ക്ലോഷർ എന്ന് പറയുന്ന സാധനത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പോവും. പിന്നെ നമ്മളും അവരോട് വലിയ ദൂരമൊന്നുമില്ല. ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളും അവരുടെ അടുത്തേക്ക് എത്തുമായിരിക്കും, അല്ലെങ്കിൽ വിൽ ഓൾസോ ഡൈ. അപ്പോൾ ഇത് അതൊരു ജേണിയാണ്. അപ്പം നമ്മൾ അതിനെ അങ്ങനെ കൊണ്ടുപോകാമെന്ന് ഞാൻ അതിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇത്രയും കഷ്ടപ്പാട് കണ്ടിട്ട് ഒരു നല്ല ജോലിയുള്ള ഒരാൾ ഒരു ജോലി വിടണമെങ്കിൽ ഇറ്റ്സ് എ വെരി റിസ്കി ഡിസിഷൻ. നമ്മൾ ഇങ്ങനെയൊരു സേഫ്റ്റി നെറ്റ് കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് ഒരു അൺനോൺ സ്പേസിലേക്ക് ഇറങ്ങുകയാണ്. സഞ്ജുവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല സിനിമയിൽ. സോ ഹൗ ഡിഡ് യു ടേക്ക് ദാറ്റ് ഡിസിഷൻ ടു ടേക്ക് ദ പ്ലഞ്ച്? ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു കംപ്ലീറ്റ് ഫിനാൻസ് കോർപ്പറേറ്റ് സെറ്റപ്പിൽ നിന്ന് വരുന്ന ആൾ, വൈ ഡിഡ് യു ചൂസ് സിനിമ ആസ് യുവർ കരിയർ? ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മനസ്സിൽ എനിക്ക്. സിനിമ എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും ഞാൻ എപ്പോഴും സിനിമയും ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇതുപോലെ മീശ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രമായി മാറി ഇങ്ങനെ ഒരാൾ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്ന സിനിമയിൽ കണ്ട പല കഥാപാത്രങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ആക്ടേഴ്സിനോടൊരു ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുണ്ട്. അവരെ പോലെ തിങ്ക് ചെയ്യാൻ എനിക്ക് ശ്രമിച്ചിട്ടുണ്ട്. അവരെ പോലെ നടക്കാനും പെരുമാറാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കള്ളങ്ങൾ പോലും അതിന് ഉദാഹരണമാണ്. ഞാൻ ഒരാളോട് പറയുമ്പോൾ ആ മാധവൻ്റെ കസിൻ ബ്രദറാണെന്ന് ഞാൻ പറയുമ്പോൾ അയാളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഐ എം എ ഗുഡ് ആക്ടർ. അപ്പോൾ ഞാനത് ഓക്കെ, അത് വർക്കാവുന്നുണ്ട്, അയാൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പല സാഹചര്യത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോവാണ്. ഇപ്പം ബ്ലെസ്സി. എപ്പോഴാണിത്? ഇത് 2004 മറ്റോ ആണ്. ഞാനിപ്പം കോളേജിൽ പഠിക്കുന്ന സമയം നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്താണ് തന്മാത്രയുടെ ഷൂട്ട് നടക്കാൻ പോകുന്നത്.
അപ്പം ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മാഗസിനിൽ അന്നേരം നാനയിലോ ഏതോ മാഗസിനിൽ വായിച്ചതുപോലെ സിനിമ തുടങ്ങാൻ പോകുന്നു. ബ്ലെസ്സി സാറിൻ്റെ അടുത്ത പടം കാഴ്ചയ്ക്ക് ശേഷം അടുത്ത പടം ചെയ്യുന്നതിൽ മോഹൻലാൽ രമേശൻ എന്ന് പറയുന്നൊരു രമേശൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു സെക്രട്ടറി ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം അതാണ്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു അവിടെ പോകുന്ന വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഷൂട്ടുണ്ട്, ഇതുപോലെ ബ്ലെസ്സിയുടെ അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അപ്പോൾ അതിലെന്താ ഇപ്പോൾ മോഹൻലാലിൻ്റെ അനിയനായിട്ടാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞു. അപ്പോൾ അവരത് വിശ്വസിച്ചു. അവർ വിശ്വസിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ആരോടെങ്കിലും ഞാൻ മറ്റേത് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും പിന്നെ നീ സിനിമയിൽ അഭിനയിക്കും അങ്ങനെ പറയുന്നതിൽ നിന്നും ആൾക്കാരത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ സിനിമയോടുള്ള ഇത് കൂടി വരികയും എനിക്ക് വേറെ ഒന്നിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, എനിക്ക് ജോലിയിൽ എനിക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ അശ്വതി ഉണ്ട് ലൈഫിൽ? ഇല്ല, അശ്വതി എൻ്റെ സുഹൃത്തായിരുന്നു. ഞങ്ങൾ 2005 മുതൽ എനിക്ക് കൽക്കട്ടയിൽ നിന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ സുഹൃത്തായിരുന്നു, അതിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു 2005 ആ സമയത്ത് പരിചയപ്പെട്ട സമയത്ത്. പക്ഷെ എനിക്കിത് പറയാൻ അന്നേരം പറ്റിയില്ല. ഞാനത് പറയണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ഇവനൊന്നും പറയാൻ അവൻ ആദ്യം പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു ആണോ, അങ്ങനെയാണെങ്കിൽ നീ പറയണോട് അവളോട് നീ പറയും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പുറകോട്ട് മാറി. പക്ഷെ അവൻ പറഞ്ഞു അത് വർക്കായില്ല. പക്ഷെ അത് വർക്കായില്ലെന്ന് വെച്ചാൽ എനിക്ക് ഉടനെ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനതങ്ങ് വിട്ടു. അത് വിട്ടു. പിന്നെ ഒരു 5 ഇയേഴ്സിന് ശേഷമാണ് 2010 അതിന് ശേഷം ഞങ്ങൾ സൗഹൃദം ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. പിന്നെ 2010 ആയപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂടുതൽ അടുപ്പത്തിലാവുന്നതും. അത് പിന്നീട് വീട്ടിലിറങ്ങിയപ്പം വിവാഹത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പോഴും ജോലി വിട്ടിട്ടില്ല. മാത്രമല്ല ഞാൻ അന്ന് സെറ്റിൽഡ് അല്ല, ഞാൻ ഒട്ടും സെറ്റിലായിട്ടില്ല. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ അപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാതെ ഞാൻ 21 ബാങ്കിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ലോൺ തന്നില്ല. എന്നെ തന്നില്ലെന്ന് വെച്ചാൽ നമുക്ക് കൽക്കട്ടയിൽ പ്രോപ്പർട്ടി ഇല്ല, അമ്മയ്ക്ക് 2 വർഷം കൂടെ ഉള്ളൂ റിട്ടയർ ആവാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലോൺ തരാൻ പറ്റില്ല. അപ്പം എനിക്കന്ന് 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ടുക്ക് മീ 12 ഇയേഴ്സ്. അപ്പോൾ നമ്മൾ പല മദ്യക്കുപ്പിയിലൊക്കെ എഴുതിയേക്കുന്നുണ്ട് മറ്റേ 12 ഇയർ ഓൾഡ് അല്ലെങ്കിൽ 12 ഇയേഴ്സ് എന്ന് പറയുന്ന പോലെ ഇറ്റ് ടേക്സ് ടൈം. എനിക്ക് ആ സമയം എടുത്താണ് ഞാനത്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു സഡൻ ചേഞ്ച് ആയിട്ട് ഞാൻ കാണുന്നില്ല. അത് പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷം എടുത്ത എൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ടായിരിക്കില്ല. ഞാൻ ഒത്തിരി ഡയറക്ടർമാരെ പോയി കണ്ടു. ഞാൻ അതിൽ ആസ് എൻ ആക്ടർ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ട്, എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. അത് പുറത്തൊരാൾ അറിയണമെന്നില്ല. ഇപ്പം പലപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള പെയിൻ പലരോടും പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പലർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസ് ദാറ്റ് യു ഹാവ് സർവൈവ്ഡ് അതെന്താണ് സഞ്ജു? അത് ചിലപ്പം എനിക്ക് ഓർമ്മയുണ്ട് ആസിഫ് പറയുന്നത് ദാറ്റ് എവറി പെയിൻഫുൾ സിറ്റുവേഷൻ അത് ആസിഫിനൊരു ഇംപെറ്റസ് ആയിരുന്നു ടു സ്ട്രൈവ് ഫർദർ. വാസ് ദർ എനിത്തിങ് ദാറ്റ് യു സ്റ്റിൽ ഹോൾഡ്? എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് തന്നെയായിരുന്നു. അത് ഞാൻ എങ്ങനെ കവറപ്പ് ചെയ്തു എന്ന് എനിക്കറിയില്ല, എങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതെങ്ങനെയോ പൊതിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടത്, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി കവേർഡ്. പക്ഷേ അതൊരു വലിയ പെയിനായിരുന്നു. ഇപ്പം അറ്റ് ദ ഏജ് ഓഫ് 6 വെൻ യു ലൂസ് എ പേഴ്സൺ. അപ്പോൾ എൻ്റെ ഉള്ളിലത്തെ 6 വയസ്സിൽ എനിക്ക് തോന്നിയത് ഞാൻ കാരണമാണോ, ഇനി ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ കാരണമാണോ, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയുണ്ട് ഇനി അവൾ എന്ത് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉള്ളിലെ ചോദ്യം, ഇതെനിക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ എന്നിട്ട് എൻ്റെ അമ്മയെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. അമ്മ കാരണമായിരിക്കും. പക്ഷെ അതൊന്നും അല്ല കാര്യം, അതൊന്നുമല്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യുന്നു, മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നു. നമ്മൾ അതിൽ നിന്നൊരു സമാധാനം കണ്ടെത്താനും ഒരു റിലീഫിനും വേണ്ടിയിട്ടാണ്. എന്ത് കാരണമാണെന്ന് പറഞ്ഞാലും ശരി, നമ്മളത് ഫേസ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഹാവ് ഫേസ്ഡ് ഇറ്റ്. അപ്പോൾ അവിടെ മുതൽ ഞാൻ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, രണ്ടാമതൊരാളോട് പറയാൻ പറ്റില്ല. എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും നമുക്ക് എങ്ങനെ അത് കടന്നു പോകുമെന്ന് നമുക്കറിയില്ല, അത് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ മെറിറ്റിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം അത് ഞാൻ ഹാൻഡിൽ ചെയ്തു. എൻ്റെ അച്ചീവ്മെൻ്റ് ആണത്. ഞാനത് ഹാൻഡിൽ ചെയ്തു. ആ പെയിൻ ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് കൺസ്യൂം യുവർ പെയിൻ. പലരും പറയും പെയിൻ മറന്നു കളയാൻ. നോ, യു ഷുഡ് ടേക്ക് ഇറ്റ് ആൻഡ് ഫീൽ ഇറ്റ്. അപ്പോഴേ നമ്മൾ സ്ട്രോങ് ആവുള്ളൂ. നാളെ ആ പെയിൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ യു ഷുഡ് ടേക്ക് ഇറ്റ് ആൻഡ്. അത് ഞാൻ എൻ്റെ ഓരോ സമയത്ത് എന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുക്കും ഞാനത്. എനിക്ക് ഓക്കെയാണ്. ഞാൻ ഹാപ്പിയാണ്. നിങ്ങളത് ചെയ്തെന്ന് വളരെ കൃത്യമായിട്ട് എനിക്കത് അറിയണം. നിങ്ങളിപ്പം തന്നെ എൻ്റെ അടുത്തൊരു കാര്യമാണ്, അതെന്നെ വളരെ എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാവുന്നൊരു കാര്യം നിങ്ങളെന്നോട് പറഞ്ഞെങ്കിൽ എനിക്കത് നിങ്ങളുടെ വായിന്ന് എനിക്ക് കൃത്യമായിട്ട് മുഖത്ത് നോക്കി എനിക്ക് കേൾക്കണം. ഈ നൈറ്റ് ക്രോളർ എന്ന് പറയുന്ന സിനിമയിൽ
ഒരു സീനിന് ജയ്ഗിലെന്നുള്ള ഒരു സ്ഥലത്ത് വിട്ട് ജോലി ചോദിച്ചിട്ട് അയാൾ പറയുന്നുണ്ട്, നിങ്ങളൊരു കള്ളനാണ്, നിങ്ങൾക്ക് എങ്ങനെ ജോലി തരും, നിങ്ങൾ മോഷ്ടിച്ച സാധനം വിൽക്കാനാണ് ഇവിടെ വന്നത്, അപ്പം എന്നിട്ട് നിങ്ങൾ എന്നോട് ജോലി ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ജോലി തരും, നിങ്ങൾ കള്ളനല്ലേ എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, യു സൈഡ് ഇറ്റ്, അത് അയാൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ യു ഷുഡ് ടേക്ക് ഇറ്റ്. നമ്മൾ അപ്പം ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത്, എനിക്കറിയാം അത് ഒളിച്ചു പോകാൻ എനിക്കറിയില്ല, അത് യു ഷുഡ് ഫേസ് ഇറ്റ്. പിന്നെ ഏറ്റവും മോശം, പിന്നെ എനിക്ക് നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആരെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാൾ ഉപദ്രവിക്കുന്നുണ്ടോ, അതില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്നെ ഈ പറയുന്ന എൻ്റെ മോശം അനുഭവങ്ങളെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുള്ളത്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ളത്. ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ അല്ലേ സഞ്ജു? കാരണം നമുക്ക് കംപ്ലെയിൻ ചെയ്യാൻ ഒരാളില്ല, അമ്മ തന്നെ കഷ്ടപ്പെട്ടാണ് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നത്. ഒരു ഫാദർ ഫിഗർ സോ ടു സേ ഇസ് ആബ്സെൻറ്റ്. ഇതിനകത്ത് പെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഞാൻ ആ സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ എനിക്കറിയാം, ഇപ്പം പക്ഷേ എനിക്ക് വലിയ അമ്മയോട് ദേഷ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നാട്ടിൽ ഞാൻ ഓച്ചിറയിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, എനിക്ക് അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് എന്നെ അവിടെ നിന്ന് എന്നെ ഹോസ്റ്റലിൽ വിട്ടെന്നുള്ളതെന്നെ പരാതി. പക്ഷേ എനിക്ക് അവരുടെ സ്നേഹം എനിക്ക് എന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആരൊക്കെ കൂടുതൽ ലൈഫിലുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ലൈഫിൽ ഒറ്റയ്ക്കാണ്. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ഇപ്പം ഞാനായാലും തന്നെയായാലും നിങ്ങൾ ഒറ്റയ്ക്കാണ്. അതിനകത്ത് നിങ്ങൾ അച്ഛനുണ്ടെന്നോ അമ്മയുണ്ടെന്നോ ഒരു സമാധാനം തോന്നുന്നേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഫേസ് ചെയ്യേണ്ടത്. ഇപ്പം ഇന്ന് എൻ്റെ മകൻ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലൊരു പ്രശ്നമുണ്ട്, സ്കൂളിലൊരു കുട്ടി അവനെ എന്തെങ്കിലും ഉപദ്രവിച്ചു, അത് ഹാൻഡിൽ ചെയ്യേണ്ട അവനാണ്, അത് ഞാനുണ്ടാന്ന് എനിക്ക് പറയാം. സ്കൂൾ ടീച്ചേഴ്സുണ്ട്, ഇതൊക്കെ പക്ഷേ അവൻ ഫേസ് ചെയ്യേണ്ട കാര്യം അവൻ ഫേസ് ചെയ്യണം. അപ്പം ഞാൻ ഫേസ് ചെയ്യേണ്ട കാര്യം ഞാൻ ഫേസ് ചെയ്യണം. സഞ്ജു, ഇൻഡസ്ട്രിയിൽ നിന്ന് എന്താണ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തത്? ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ ഫേസ് ചെയ്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അംഗീകരിക്കാൻ ഉള്ളൊരു പ്രയാസമുണ്ട്. അപ്പം നമ്മളെ ഇപ്പം ഒരു പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി ഉണ്ട് ഇവിടെ, ആ ഒരു വലിയൊരു പ്രോബ്ലമാണത്. പിന്നെ അതേപോലെ നമ്മളെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റിജക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആദ്യം ചില കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ല സാധനങ്ങൾ കണ്ടു, എന്തൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കും ആദ്യം, അത് വേണ്ട, കാരണം ചോയ്സ് ഉണ്ടല്ലോ, ചോയ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല സാധനം കൂടെ നമ്മൾ അതിനെയും ഹാൻഡിൽ ചെയ്യണം. സോ ബെറ്റർ നമ്മൾ എൻ്റെ ചെറിയ ലോകത്ത് തന്നെ. അപ്പം അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് ഞാൻ സിനിമ ചെയ്തു, എൻ്റെ സിനിമ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം വലിയൊരു ബൂസ്റ്റ് ഇപ്പം നീക്കോ ഞാച്ച എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായ സിനിമയാണ്. ഫസ്റ്റ് മൂവി. ആ സമയത്ത് നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എന്നെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് വിലയിരുത്തുന്നതല്ല, മറ്റുള്ളവർ പറഞ്ഞ ഒരു ജഡ്ജ്മെൻ്റാണ് അല്ലെങ്കിൽ വേർഡിക്റ്റാണ്. അതിൽ ഞാൻ വിശ്വസിച്ച് ഞാൻ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നു. 1983 ചെയ്തപ്പോഴും ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എനിക്ക് പക്ഷേ സിനിമകൾ വരുന്നില്ല. അതൊരു പക്ഷേ ഞാൻ ചോദിച്ചു പോകാത്തതുകൊണ്ടായിരിക്കാം, ഒരുപാട് അറിയാത്തതുണ്ടാവാം, അറിയില്ല അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഗ്രാമർ എനിക്കറിയില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൈ റിസൾട്ട്സ് ആർ ദെയർ. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്തിട്ടാണ്, അപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ഈഗോയോ കാര്യങ്ങളോ ഉണ്ടാവില്ലേ. ഇപ്പം നമ്മുടെ പഴയ സ്വഭാവം ഉണ്ടല്ലോ ചില മനുഷ്യർ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നല്ലത് വരട്ടെ, ഞാനായിട്ട് എന്തിനാ അപ്പോൾ ചോദിക്കുന്നത് മോശമല്ലേ, ഒരാളോട് ചോദിച്ച് അവരെ ശല്യപ്പെടുത്തുന്നത് മോശമല്ലേ, ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു ഡയറക്ടറോട് ചോദിക്കുമ്പോൾ അവർ എല്ലാവരും ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് ഇറിറ്റേഷൻ ആയിരിക്കും. ഞാൻ ഈ ഡിസ്റ്റൻസിൽ ഒരു എൻറ്റയർ ഡേ സത്യനന്ദി കണ്ടപ്പം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ സിനിമ വരുന്നതിന് മുമ്പാണ് എൻ്റെ വൈഫിന് ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു രാജാ സാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് രാജാ സാറിൻ്റെ സ്റ്റുഡിയോയുടെ പുറത്ത് ആ കൺസോളിൽ നമ്മൾ ഇരിക്കുകയാണ്, ഞാനിങ്ങനെ എത്ര അടുത്തിരിക്കുക. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല, ബിക്കോസ് എല്ലാവരും അദ്ദേഹത്തോട് ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഹൗ ഡിഫറെൻ്റ് ആയി. ഞാൻ ശ്യാം സാറ്, ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പോൾ ശ്യാമപ്രസാദ് സാർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. ഞാൻ ഒരേ കടൽ എന്നൊക്കെ പറഞ്ഞ സിനിമ കൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ നടന്നിട്ടുണ്ട്. പുള്ളി മോർണിംഗ് വാക്കിന് പോകുന്ന എൻ്റെ വീടിന് മുമ്പിൽ കൂടെ ഞാനിപ്പം ഡോർ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ശ്യാം സാർ ഞാൻ നടന്നു പോകുന്നു. അപ്പോൾ പുള്ളി അന്നൊരു റീബാനൊക്കെ വെച്ചിട്ട് ടീഷർട്ടൊക്കെ ഇട്ട് നടന്നു. പുള്ളി പോകുന്ന ചാടി ഇറങ്ങി പുറകെ പോകും. പക്ഷേ എനിക്ക് ചോദിക്കാൻ ധൈര്യം വന്നിട്ടില്ല. ഒരിക്കൽ എന്നിട്ട് ഫോൺ ചെയ്ത് ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ഓരോരോ എഫേർട്ടായിരുന്നു. നമ്മൾ ആ എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കണം. സിനിമയിൽ വന്നിട്ട് എനിക്ക് ഇതുകൊണ്ട് നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ കാലം പോകുന്തോറും നമ്മൾ നന്നാവുകയും, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളും വേറെ നമ്മൾ എങ്ങനെ നന്നാവണം, എന്തൊക്കെ ചെയ്യണം,
അപ്പോൾ ഒരു കിട്ടുന്ന ഒരു സിനിമ കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ എന്താണ് സഞ്ജുവിന്റെ ഫോക്കസ്? എന്ത് തരത്തിലുള്ള സിനിമയാണ് പിക്ക് ചൂസ് ചെയ്യുന്നത്? ഐ യു ലുക്കിംഗ് അറ്റ് ദ ലെങ്ത് ഓഫ് ദ ക്യാരക്ടേഴ്സ്? എന്താണ് ഇപ്പോഴത്തെ പ്രയോറിറ്റി വെൻ ഇറ്റ് കംസ് ടു മൂവീസ്? കാരണം പലപ്പോഴും നല്ല വലിയ ഒരു ബാനർ ആയിരിക്കും, വലിയൊരു സെറ്റപ്പ് ആയിരിക്കും, ദ റോൾ ദാറ്റ് മൈറ്റ് നോട്ട് ബി എ വെരി ലോങ് വൺ. വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി റൈറ്റ് നൗ? ഞാൻ ഈ പറയുന്ന ഒരു ആ ഡയറക്ടർ ആരാണ്, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അത് ഏത് പ്രൊഡക്ഷൻ ഹൗസ് ആണെന്നുള്ള ഒരു ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഒരു എത്രത്തോളം കാമ്പുണ്ടെന്ന്, ആ സിനിമയ്ക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നോട് പറയുന്ന കഥാപാത്രങ്ങളാണെങ്കിലും അതിലെന്താണുള്ളത് എന്നുള്ള, അതിൻ്റെ വലിപ്പമൊന്നുമല്ല, ചിലപ്പോൾ ഒരുപാട് ഡ്യൂറേഷൻ വേണമെന്നില്ല, ചിലപ്പോൾ ഡ്യൂറേഷൻ കുറവായിരിക്കാം. പക്ഷേ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് പെർഫോം ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു എഫേർട്ട് എടുക്കാനും മാത്രം അതിനകത്ത് ഉണ്ടായിരിക്കണം. എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾ അതിനകത്ത്, നിങ്ങൾ എന്തുകൊണ്ട് ആ സിനിമ ചെയ്തു നാളെ എന്നോട് ഒരാൾ ചോദിച്ചാൽ എനിക്ക് കൃത്യമായി പറയാനൊരു കാരണം ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ എന്താ ഇത്രയും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്ന പോലത്തെ ഒരു പൈസ വന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നുവരെ പൈസയ്ക്ക് വേണ്ടി ഞാനൊരു സിനിമ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും എനിക്ക് കരിയർ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന, ഈ സിനിമ കണ്ടിട്ട് എനിക്ക് നാളെ 2 സിനിമ വരണം, അല്ലെങ്കിൽ നാളെ ഒരു സിനിമ എനിക്ക് സംഭവിക്കണം. 1983 ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലതായിരുന്നു. അത് എന്ത് നാളെ എനിക്ക് ഇതിൽ നിന്നുണ്ടാവും. പിന്നെ നമ്മൾ ഒരു ഡെസ്പറേഷൻ എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. നമുക്കൊരു ഡെസ്പറേറ്റ് ആയിരിക്കണം, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കണം, പെയിൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടാത്തൊരു സംഭവം കിട്ടുമ്പോൾ ഉള്ളൊരു വാല്യൂ ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് ചെറിയ കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ വലിയ കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴും ഞാൻ അതുപോലെ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാറുണ്ട്. ഞാൻ അതിൻ്റെ ഡയറക്ടേഴ്സിനോട് അതുപോലെ സംസാരിക്കണം. അവർ ചെറിയ കഥാപാത്രമായിരിക്കും, പക്ഷേ ഞാൻ ഡയറക്ടറിൽ നിന്ന് കൂടുതൽ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം, ഇപ്പം പാച്ചു അത്ഭുതങ്ങളൊക്കെ എന്ന് പറയുന്ന സിനിമയിലൊക്കെ പോയിട്ട് എനിക്ക് 2 സീനേ ഉള്ളൂ, പക്ഷേ എനിക്കത് അങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണമായിരുന്നു. എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്കതുപോലത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനില്ല. അയ്യോ ഇത് ഞാൻ എങ്ങനെ ചെയ്യും, അതങ്ങനെ ചെയ്യും, അയ്യോ എനിക്കത് ചെയ്താൽ ശരിയാവുമോ എന്ന് തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്കില്ല. എനിക്ക് നീക്കോ ഞാച്ച ചെയ്യുമ്പോഴും എനിക്ക് ഭയം എന്ന് പറയുന്ന സാധനമില്ലായിരുന്നു. കാരണം എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് സിനിമയിലേക്കാണ് വരേണ്ടത്. എന്നിട്ട് ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. So our desperation is what drives you. Yeah, desperation is very important, I believe. For an actor. Yes. So ഇതാണ് നമ്മുടെ ചിന്ന കാർഡ് ഗെയിം. And this is by Vanessa. എന്താണിത്? നെവർ എവർ. അപ്പോൾ എൻ്റെ അടുത്ത് 2 ദിവസം മുമ്പ് എൻ്റെ ഒരാളൊരു ഈ സിനിമയിലെ എങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യില്ല, അല്ലെങ്കിൽ ഏത് കഥാപാത്രം ചെയ്യാനാണ് ബുദ്ധിമുട്ട്, താല്പര്യമില്ലാത്തത്, ഈ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ, ആവുന്ന കഥാപാത്രങ്ങളാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നിയ ഒരു സാധനം ചെയ്യാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമുക്ക് എന്തും ഞാൻ ചെയ്യും, എന്തും ചെയ്യും സിനിമയിൽ. കാരണം അത് സിനിമ ഈ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണെന്ന് വിശ്വസിക്കുന്നു. അതിലെ കഥാപാത്രങ്ങൾ ഈ സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. അല്ലാതെ ഒരു പുതിയ ഇവിടെ ഇല്ലാത്തൊരു കാര്യമൊന്നും ആരെക്കൊണ്ടും പറയിപ്പിക്കുന്നുമില്ല. എന്നാലും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പീഡോഫൈൽ ക്യാരക്ടർ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ഒരിക്കലും ഞാൻ ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇറ്റ് ഇസ്. പക്ഷെ എനിക്കത് അങ്ങനത്തെ സിനിമകളോ അല്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകൾ തന്നെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. അതെനിക്ക് സ്റ്റാൻഡ് ചെയ്യാനേ പറ്റില്ല എനിക്ക്. അപ്പോൾ അതൊരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയുണ്ടോ? ബൂം. വേറൊരു കാർഡ് എടുക്കാം. എന്തായിരുന്നു ഇത്? ബൂം ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത്? ബൂം ശരിക്കും 1000 babies ആണ്. അയ്യോ, എന്നാ പിന്നെ ഞാൻ പറയണ്ടേ 1000 babies. പക്ഷെ ഞാനതിന് ബൂം എന്ന് ഞാൻ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ പ്രോസസ്. ഐ എൻജോയ് ദ പ്രോസസ്. ഞാൻ ആ പ്രോസസ്സാണ് എൻജോയ് ചെയ്യുന്നത്. എൻഡ് റിസൾട്ട് അത്ര എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ്സ് ബൂം. അല്ല, ഇത് പറയണ്ടേ? Go for it, enjoy. Whatever you love, whatever you want to do, just do it. One life. അത്രേ ഉള്ളൂ. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനകത്ത് സാക്രിഫൈസ് ചെയ്തിട്ട് യു ഷുഡൻറ്റ് ബ്ലെയിം സമ്മൺ ഓർ സം സിറ്റുവേഷൻ ഫോർ ഇറ്റ്. ഇപ്പോൾ പലരും പറയും ഐ ഡിഡ് ദിസ് ഫോർ മൈ ചിൽഡ്രൻ, ഐ സാക്രിഫൈസ് ദിസ് ഫോർ മൈ ചിൽഡ്രൻ, അല്ലെങ്കിൽ എന്നൊക്കെ പറയും. ആൻഡ് കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾക്കത് പറയേണ്ടി വരും. ഞാനത് സാക്രിഫൈസ് ചെയ്ത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് അവരോട് പറയേണ്ടി വരും. ആൻഡ് ആ മൊമെന്റിൽ യു വിൽ ലൂസ് ഇറ്റ്. അപ്പോൾ അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു. യു ഷുഡ് ബി ഹാപ്പി.
വിത്ത് ജോയ്. ഏറ്റവും അധികം സംതിങ് ദാറ്റ് യു ഡു വിത്ത് ജോയ്? ഓഫ് കോഴ്സ് ആക്ടിങ്, യെസ്. ട്രാവലിംഗ് അല്ലെങ്കിൽ ബീങ് വിത്ത് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ക്രിക്കറ്റ്, സിനിമ കാണുന്നത്. ആൻഡ് ഞാൻ നല്ലൊരു ഓഡിയൻറ്റുമാണ്. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഒത്തിരി സന്തോഷമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഈ അക്യൂട്ട്ലി ഒബ്സർവ് ചെയ്യുന്ന ആക്ടർ ഏതാണ് സഞ്ജു? സഞ്ജു ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടറുണ്ട്? നോട്ട് ഫോളോ ഇൻ ടേംസ് ഓഫ് കോപ്പിങ്, ബട്ട് ഫോളോ ഇൻ ടേംസ് ഓഫ് ദ എബിലിറ്റി ടു പെർഫോം വിത്ത് ന്യൂ ആൻഡ്. എനിക്ക് ഒത്തിരി ഞാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആക്ടർ ഡെഫിനറ്റ്ലി മോഹൻലാൽ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആക്ടറാണ് ലാലേട്ടൻ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സറ്റിലിറ്റി, അല്ലെങ്കിൽ നമ്മളോടൊരു ഇമോഷൻ കൺവേ ചെയ്യുന്നതിനുള്ള അതിനൊരു, അതായത് പെർഫോമൻസിലൊരു ഗ്രാമർ, അത് ഭയങ്കരമായിട്ട് നമുക്ക് എഫേർട്ട് ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള പെർഫോമൻസസ് പഴയ സിനിമകൾ ഒരുപക്ഷെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതും സിനിമയിലേക്ക് കൊണ്ടുവന്നതും സിനിമയിലേക്ക് വരാനുള്ള ആഗ്രഹം കൂടുതലുണ്ടാക്കിയതും അതൊക്കെ തന്നെയായിരിക്കും. നമുക്ക് ഇഷ്ടം തോന്നിയ കഥാപാത്രങ്ങൾ, അതിൽ പ്രണയം അവതരിപ്പിക്കുന്ന രീതിയാണെങ്കിലും, അല്ലെങ്കിൽ ദേഷ്യമാണെങ്കിലും, സങ്കടമാണെങ്കിലും ഒക്കെ അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് കൺവേ ചെയ്യുന്ന രീതികൾ, വലിയ പ്രശ്നങ്ങൾ അതിൽ അവതരിപ്പിക്കുന്ന രീതികളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടുള്ളതാണ് ആ ആക്ടറിൻ്റെ. യെസ്, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ഏതെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഈ വരുന്ന പ്രോബ്ലംസും അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിളും കാര്യങ്ങളൊക്കെ, എനിക്ക് അതിനോട് ഒരു കംപ്ലയിൻറ്റ്സ് പൂർണ്ണമായിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നുമില്ല. ദാറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കർമ്മയുണ്ട്, അത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾക്കൊരു സുഖമില്ലാതെ വരുന്നു. ഇപ്പം എൻ്റെ ഫാദറിനപ്പം സുഖമില്ല. ഇപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ്. കഴിഞ്ഞ 12 years ഈസ് ബീൻ ഫൈറ്റിംഗ് ക്യാൻസർ. അത് 4 തവണ ക്യാൻസർ വന്നു അദ്ദേഹത്തിന്. ഇപ്പം 4ാമത്തെ തവണ വീണ്ടും ചെയ്തു. ആൻഡ് പുള്ളി ഒരു ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിനെ. അപ്പം ഞാൻ അതിന് അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ട്, അപ്പോൾ ഒരു 4-5 വർഷം ബോൺ ക്യാൻസർ ആയിരുന്നു. എൻ്റെ grade 4 ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ അങ്കിളിനെ, അതായത് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ആണ് വരെ നോക്കിയിരുന്നത്, മരണം വരെയും നോക്കിയിരുന്നത്. അത്രയ്ക്കും സ്നേഹത്തോടുകൂടി അദ്ദേഹം നോക്കി. ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സംഭവമുണ്ട്, സഞ്ജു, അത് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ. ഇതിനോട് ഒരു പരാതിയില്ല പുള്ളിക്ക്. ഇത്രയും പ്രശ്നങ്ങളൊന്നും പുള്ളിക്കൊരു പരാതിയില്ല. ഒറ്റ പരാതിയുള്ള വെച്ചാൽ, പക്ഷേ എന്തിനാണ് ഇവർ ഇത്ര പെയിൻ അനുഭവിക്കുന്നത് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത്. അദ്ദേഹം പറയുന്ന മാനവസേവ എന്ന് പറയുന്നതാണ് മാധവസേവ. അപ്പം അതുകൊണ്ട് നമ്മളത് ചെയ്തു പോവുകയാണ് സഞ്ജു. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നതും ഇതെല്ലാം ഫേസ് ചെയ്യുന്നത്. അവരുടെ മരണം വരെ ഫേസ് ചെയ്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ബാക്കി ലെറ്റ് ഇറ്റ് ബി. അത് അതിൻ്റെ പ്രോസസ്സിൽ നടന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ഐ ആം ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഡാഷ് ഫോർ യു റൈറ്റ് നൗ? I am blooming. I am blooming. Yeah, this is very new. Thank you so much for coming and being a part of our show, Sanju. It was lovely talking to you. And a chariya gift from our end. It is from a brand called Tenga Coco. It's discarded coconut shells in undakanna cutlery. So this is for you. Nice. Thank you. Thank you.